നമസ്കാരം. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിസ്ഥാനത്തുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റിയെ SIT എന്ന പ്രത്യേക അന്വേഷണ സംഘം ഇന്നിപ്പോൾ കസ്റ്റഡിയിൽ വാങ്ങുകയാണ്. കസ്റ്റഡിയിൽ വാങ്ങി ഉണ്ണികൃഷ്ണൻ പോറ്റിയോട് പോലീസ് ചോദിക്കാൻ പോകുന്ന കാര്യങ്ങൾ, ആ ചോദ്യങ്ങൾക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റി പറയാൻ പോകുന്ന ഉത്തരങ്ങൾ, അത് രണ്ടുപേരെ സംബന്ധിച്ചിടത്തോളം നിർണായകമാണ്. ഈ രണ്ടുപേരും കേരള രാഷ്ട്രീയത്തിൽ രണ്ട് വ്യത്യസ്ത രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ നിന്നുള്ളവരുമാണ്. മറ്റാരുമല്ല, LDF നേതാവ്, അതായത് CPM നേതാവ് കടകംപള്ളി സുരേന്ദ്രൻ, രണ്ടാമത്തേത് UDF കൺവീനർ, അതോടൊപ്പം തന്നെ കോൺഗ്രസിൻ്റെ നേതാവുമായ അടൂർ പ്രകാശിൻ്റെ പേര് കഴിഞ്ഞ ദിവസം മുതലാണ് ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് വളരെ ആക്റ്റീവായി ഉയർന്ന് കേൾക്കാൻ തുടങ്ങിയത്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ശബരിമലയിലെ ഒരു സ്പോൺസറും ദേവസ്വം മന്ത്രിയും തമ്മിലുള്ള വെറും സാമാന്യമായ ബന്ധമല്ല. ഉണ്ണികൃഷ്ണൻ പോറ്റിയും കടകംപള്ളി സുരേന്ദ്രനും തമ്മിൽ വ്യക്തിപരമായി വളരെ അടുപ്പമുണ്ടെന്നും മാത്രമല്ല ഇവർ രണ്ടുപേരും തമ്മിൽ സാമ്പത്തിക ഇടപാടുകൾ ഉണ്ടായിട്ടുണ്ട് എന്നും SITക്ക് സൂചന ലഭിച്ചിട്ടുണ്ട്. കടകംപള്ളി സുരേന്ദ്രന്റെ മണ്ഡലത്തിൽ ചില വീടുകൾ നിർമ്മിച്ചത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സ്പോൺസർഷിപ്പിലാണ് എന്നും ഇപ്പോൾ അന്വേഷണ സംഘത്തിന് സൂചന ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ രണ്ട് നേതാക്കളുടെയും ബന്ധം തമ്മിലുള്ള അന്വേഷണമാണ് ഇപ്പോൾ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ വീണ്ടും ചോദ്യം ചെയ്യുന്നതിൽ നിന്നും SIT നേടിയെടുക്കാൻ പോകുന്നത് അല്ലെങ്കിൽ നടത്താൻ പോകുന്നത് എന്ന് വ്യക്തമാണ്. കഴിഞ്ഞ ശനിയാഴ്ച അതീവ രഹസ്യമായിട്ടാണ് CPM നേതാവായ കടകംപള്ളി സുരേന്ദ്രനെ SIT സംഘം ചോദ്യം ചെയ്തത്. ആ ചോദ്യം ചെയ്യലിൽ നിന്ന് ചില സൂചനകൾ SIT സംഘത്തിന് ലഭിച്ചിട്ടുണ്ട്. ആ സൂചനകൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ചോദ്യം ചെയ്യലിൽ ക്രോസ് മാച്ച് ചെയ്യാനായിരിക്കും SIT സംഘം ശ്രമിക്കുക. ആ സമയത്ത് ഉണ്ണികൃഷ്ണൻ പോറ്റി കടകംപള്ളി സുരേന്ദ്രനെ കുറിച്ച് എന്ത് പറയുന്നു എന്നുള്ളത് നിർണായകമാണ്, പാർട്ടിയെ സംബന്ധിച്ചിടത്തോളവും കടകംപള്ളി സുരേന്ദ്രനെ സംബന്ധിച്ചിടത്തോളവും. രണ്ടാമത്തെ കാര്യം, ഈ കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് മുഖ്യമന്ത്രി പിണറായി വിജയൻ സോണിയാഗാന്ധിയുമായി ഉണ്ണികൃഷ്ണൻ പോറ്റി നിൽക്കുന്ന ചിത്രത്തെക്കുറിച്ച് പറഞ്ഞപ്പോഴാണ് UDFിലേക്കും LDFിൽ നിന്ന് മാത്രമല്ല UDFിലേക്കും ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയുടെ പാപഭാരം നീങ്ങാൻ തുടങ്ങിയത്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ SIT അടുത്ത ചോദ്യം ചെയ്യാൻ പോകുന്ന ഒരു പ്രമുഖ രാഷ്ട്രീയ നേതാവ് അടൂർ പ്രകാശാണ്. അടൂർ പ്രകാശ് UDF ആണ് എന്ന് പറഞ്ഞാൽ ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ UDF പ്രതിസ്ഥാനത്ത് നിർത്തുന്നത് LDFിനെയാണ്, CPMനെയാണ്. വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ അതിനെ ഏറ്റവും വലിയ പ്രചരണ വിഷയമാക്കി മാറ്റാനും പോകുന്നു. ആ വിഷയം വളരെ എഫക്റ്റീവായി തദ്ദേശ തെരഞ്ഞെടുപ്പിൽ UDF പയറ്റുകയും ചെയ്തിരിക്കുന്നു. ഈ സാഹചര്യത്തിലാണ് UDFിനെ പ്രതിരോധത്തിലാക്കും വിധം ഇപ്പോൾ ഇതാ UDF കൺവീനർ ആയിട്ടുള്ള അടൂർ പ്രകാശ് തന്നെ സംശയത്തിന്റെ നിഴലിലേക്ക് വരുന്നത്. അടൂർ പ്രകാശും ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ചായിരിക്കും ഉണ്ണികൃഷ്ണൻ പോറ്റിയോട് ഇനിയിപ്പോൾ SIT സംഘം ചോദ്യം ചെയ്യാൻ പോകുന്നത്. മാത്രമല്ല, അടൂർ പ്രകാശ് പറഞ്ഞത് പ്രകാരം മണ്ഡലത്തിലെ സാമൂഹ്യ പ്രവർത്തനം ചെയ്യുന്ന ഒരു വ്യക്തി മാത്രമായിരുന്നു ഉണ്ണികൃഷ്ണൻ പോറ്റിയെന്നും അതിൻ്റെ പേരിലാണ് അദ്ദേഹത്തെ കണ്ടിട്ടുള്ളതെന്നും ഇയാൾ കാട്ടുകള്ളനാണ് എന്ന് അറിഞ്ഞിരുന്നുവെങ്കിൽ കൂടെ കൂട്ടില്ലായിരുന്നുവെന്നും സോണിയാഗാന്ധിയെ കാണാൻ ആർക്കാണ് ഇയാൾക്ക് അപ്പോയിൻമെന്റ് എടുത്തു കൊടുത്തത് എന്നറിയില്ല എന്നും സോണിയാഗാന്ധിയെ കാണാൻ ഇയാളോടൊപ്പം വെറുതെ ഒരു സാമൂഹ്യ പ്രവർത്തകൻ എന്ന നിലയിൽ പോയത് മാത്രമാണ് എന്നാണ് അടൂർ പ്രകാശ് പറഞ്ഞു വെച്ചത്. പക്ഷെ അതിനും അപ്പുറം ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് സോണിയാഗാന്ധിയുടെ അപ്പോയിൻമെന്റ് ലഭിച്ചതിനെ കുറിച്ചാണ് ഇപ്പോൾ അന്വേഷണം നടക്കുന്നത്. അതിന് അടൂർ പ്രകാശുമായി അടുത്ത ബന്ധമുണ്ട്. ഉണ്ണികൃഷ്ണൻ പോറ്റി സോണിയാഗാന്ധിയെ കണ്ടത് മറ്റേതെങ്കിലും തരത്തിലുള്ള ഉദ്ദേശ ലക്ഷ്യങ്ങളോടുകൂടിയാണോ, വിഗ്രഹക്കടത്തുമായി ഏതെങ്കിലും തരത്തിലുള്ള ബന്ധം സ്ഥാപിക്കുവാനാണോ ഇത്തരത്തിലുള്ള കൂടിക്കാഴ്ച എന്നൊക്കെയാണ് ഇപ്പോൾ SIT സംഘം അന്വേഷിക്കുന്നത്. സോണിയാഗാന്ധിയുമായി അടുത്ത് നിൽക്കുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും അതുപോലെ തന്നെ അടൂർ പ്രകാശിനെയും ഒക്കെ നമുക്ക് ആ ചിത്രത്തിൽ കാണാമായിരുന്നു. ഈ ചിത്രത്തെക്കുറിച്ചാണ് ഏതാനും ദിവസം മുമ്പ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒരു പ്രസ്താവന നടത്തിയത്. ആ സംശയം, ആ ആരോപണം ഒക്കെ വന്നത് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ്. അതിനുശേഷമാണ് ഇപ്പോഴിതാ SIT സംഘം അടൂർ പ്രകാശിനെ ചോദ്യം ചെയ്യുന്നത്. വെറുതെ ചോദ്യം ചെയ്യുന്നതല്ല, അടൂർ പ്രകാശിനെ ചോദ്യം ചെയ്യുന്നു. അതിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയോട് ചോദിക്കുന്ന രീതിയിലാണ് ഇപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കസ്റ്റഡിയിൽ വാങ്ങിയിരിക്കുന്നത്. ഈ കസ്റ്റഡി കാലത്ത് ഉണ്ണികൃഷ്ണൻ പോറ്റി എന്തു പറയുന്നു എന്നുള്ളത് ഈ രണ്ട് നേതാക്കന്മാരെ സംബന്ധിച്ചിടത്തോളവും നിർണായകമാണ്. രണ്ടുപേരും രണ്ട് രാഷ്ട്രീയ മുന്നണിയിൽപ്പെട്ടു എന്നതുകൊണ്ട് തന്നെ രാഷ്ട്രീയ നേതൃത്വത്തിനും ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി പറയാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് ആകാംക്ഷയുണ്ട്. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്.